തെരുവ് നായ്ക്കളുടെ പ്രശ്നം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവയെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നവരെ പോലും കടിക്കുകയാണ്, ഒരു സ്റ്റേജിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അതിനൊപ്പം തന്നെ ഇപ്പം വളർത്തു നായയുടെ കടിയേറ്റിട്ട് കുറേ പേര് ചികിത്സയിലാകുന്നു, മരിക്കുന്നു എന്നൊരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചത് മറ്റൊന്നുമല്ല, സ്കൂൾ തുറക്കുകയാണ്. അപ്പം കുട്ടികളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ മുതിർന്നവർ ഇച്ചിരി ഒന്ന് ഒന്ന് തന്മയത്വത്തോടു കൂടി ചില കാര്യങ്ങൾ സമീപിക്കും. പക്ഷേ കുട്ടികളെന്ന് പറയുമ്പോൾ പട്ടികൾ ഇങ്ങനെ ദൂരെ നിന്ന് വരുന്നത് കാണുമ്പോൾ ഇവർ ഓടുമ്പോഴെന്താണ് ഈ മിക്കവാറും ഇങ്ങനെ പറയുന്ന കേൾക്കാം, കല്ലെറിയരുത്, കല്ലെറിയുമ്പോഴാണ് പട്ടിക്ക് ദേഷ്യം വരുന്നത്, അപ്പോൾ അത് ആക്രമിക്കുന്നത്. പിന്നെ ഓടരുത്, ഓടുമ്പോഴും പുറകെ വരും. ചില പട്ടികൾ കടിക്കുകയൊന്നും ഇല്ലായിരിക്കും, ഓടിക്കും. എന്നുവെച്ചാൽ കുട്ടികളെന്ന് പറയുമ്പോൾ പട്ടികളെ കാണുമ്പോൾ ഓടുന്നവരാണ്. അപ്പോൾ ഈ ഓടുന്നത് കാണുമ്പോൾ ഈ ചില പട്ടികൾ വിചാരിക്കും അവരോട് കളിക്കാൻ ചെല്ലുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇവർ പുറകെ ഓടും. ഇങ്ങനെ പുറകെ അങ്ങനെ ഓടുമ്പോൾ കുട്ടികൾ വീഴാനും അപകടങ്ങളുണ്ടാകാനും ഒക്കെ ചാൻസ് ഉണ്ട്. ചില പട്ടികൾ ഇങ്ങനെയാണ്, ഉപദ്രവിക്കത്തൊന്നുമില്ലെങ്കിലും സ്നേഹപ്രകടനം നടത്തും. പക്ഷേ അത് അതിൻ്റെ കൈയിലെ നഖങ്ങളും കാലിലെ നഖങ്ങളും ഒക്കെ ദേഹത്ത് കൊള്ളും. അപ്പോൾ ഒരു പോറൽ വീണാൽ മതിയല്ലോ, അതിൻ്റെ ഒരു പുകില് വേറെ. അപ്പം കുട്ടികൾ ഈ സമയത്ത് സ്കൂളിലേക്കായാലും ട്യൂഷനൊക്കെ പോകുമ്പോഴായാലും നമ്മളതൊന്ന് ശ്രദ്ധിക്കുക, കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നിയ തൊട്ടടുത്ത വീടുകളുണ്ടെങ്കിൽ അവിടേക്ക് കയറാനൊക്കെ പറഞ്ഞു കൊടുക്കുക. ആരെങ്കിലും പേടിയുണ്ടെങ്കിൽ എവിടെയെങ്കിലും മാറി നിൽക്കുക, കൂടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അവരുടെ ഒപ്പം മുന്നോട്ട് പോകും. മാക്സിമം എനിക്ക് പറയാൻ പറ്റുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സമൂഹത്തിലെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ മിക്കവാറും എല്ലാ കുട്ടികളും തന്നെ ഇപ്പം ഗവൺമെൻറ് സ്കൂളിലാണെങ്കിലും ഓട്ടോയുടെ സേവനമുണ്ട്. അവർ ഓട്ടോയിൽ പോകുന്നവരുണ്ട്, ബസ്സിന് പോകുന്നവരൊക്കെ അങ്ങനെയൊക്കെയാണ്. അല്ല നടന്നു പോകുന്നവരാണെങ്കിൽ ഇപ്പം അടുത്തടുത്ത വീടുകളിലുള്ള കുട്ടികൾ എല്ലാവരും കൂടെ ഒന്നിച്ചാണ് പോകുന്നതെങ്കിൽ ഏതെങ്കിലും വീട്ടിലെ ഏതെങ്കിലും ഒരു രക്ഷിതാവോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരെങ്കിലും ഇവർക്കൊപ്പം പോവുക. അത് ഇന്നൊരു വീട്ടിലാണെങ്കിൽ അടുത്ത ദിവസം മറ്റൊരു വീട്ടിലെ ആരെങ്കിലും പോകാം. ഈ കുട്ടികൾ ഒത്തിരി വീടുകളിലുള്ളവരാണല്ലോ, പല വീടുകളിൽ നിന്ന് കുട്ടികളാകുമ്പോൾ ആ വീടുകളിലേക്ക് ഏതെങ്കിലും ഒരു മുതിർന്ന ആൾ ഈ കുട്ടികൾക്കൊപ്പം പോവുകയാണെങ്കിൽ ഓരോ ദിവസം മാറി മാറിപ്പോകും, ഓരോ വീട്ടുകാർ പോകട്ടെ. അങ്ങനെ പോകുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു സമാധാനമാണ് അല്ലേ. അപ്പം എല്ലാവർക്കും ഇപ്പം വണ്ടിയിൽ കുട്ടികളെ വിടാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ട് ഒരാളെല്ലാവരും കൂടെ പോകും. പിന്നെ കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ പണ്ട് പഠിച്ച രീതി എന്ന് ആലോചിച്ച് നോക്കിയേ, നടന്നു പോവുക, പോകുമ്പോഴും വരുമ്പോഴുള്ള കാഴ്ചകൾ ഇതെല്ലാം ഈ സ്കൂൾ ബസ്സിലും ഓട്ടോയിലും ഒക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് നഷ്ടമാകുന്നുണ്ട്. ഒപ്പം തന്നെ അവർക്ക് നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. കുട്ടികളെല്ലാവരും കൂടെ നടന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു പോകുമ്പോൾ അവരുടെ മനസ്സിന് കിട്ടുന്ന ആ ഒരു സന്തോഷം, റോഡിൽ കാണുന്ന പൂക്കളും മരങ്ങളും ഒക്കെ കണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ച് കളിച്ച് ചിരിച്ച് സ്കൂളിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും അതിലൂടെ അവർക്ക് കിട്ടുന്ന മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷവും അവർ പ്രകൃതിയെ അറിയുന്ന രീതിയും ഒന്നും തന്നെ വാഹനങ്ങളിൽ പോകുമ്പോൾ കിട്ടത്തില്ല. പിന്നെ അപ്പോൾ ഇങ്ങനൊരു മാർഗം നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇവിടെ ചിലരൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്ന കാണാം, കുട്ടികളെ നടന്ന് കൂടെ പോകുന്ന കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ജോലി തിരക്കിലാണ്, ആർക്കും സമയമില്ല. അതുകൊണ്ടാണല്ലോ എല്ലാവരും വാഹനങ്ങളിലൊക്കെ അയക്കുന്നത്. അങ്ങനെയൊക്കെ പറ്റുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോവാം. പിന്നെ റിട്ടയർമെൻറ്റിന് ശേഷം വീട്ടിലിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് അവരൊരു കുട്ടികളുടെ ഒപ്പം പോകുക എന്ന് പറഞ്ഞാൽ ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. കുട്ടികളാണ് അവരുടെ നിഷ്കളങ്കമായ വർത്തമാനങ്ങളൊക്കെ കേട്ട് അവരെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് തിരികെ വിളിച്ചുകൊണ്ട് വരിക എന്നൊക്കെ പറയുമ്പോൾ മുതിർന്ന ആളുകൾക്കൊക്കെ വെറുതെ വീട്ടിലിരുന്ന് എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്ന റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു വലിയൊരു കാര്യമാണ്, കുട്ടികൾക്കൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ മനസ്സുള്ളവർ അങ്ങനെ കുട്ടികളെയൊക്കെ കൊണ്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകും, വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങളുമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ വീട്ടിൽ നായയെ വളർത്തുന്നവർ ശ്രദ്ധിക്കുക, അതിന് യഥാസമയം ഇഞ്ചക്ഷൻസ് എടുക്കണം. അതിനൊപ്പം തന്നെ അതിന് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്, അതൊക്കെ കരുതി വയ്ക്കുക. രജിസ്ട്രേഷൻ അതാണ് ഉദ്ദേശം. അപ്പോൾ അതൊക്കെ കരുതി വയ്ക്കുക.
പിന്നെ പുറത്തു നിന്നുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർ ഭയപ്പെട്ട് ഓടരുത്. അതുപോലെ തന്നെ വരുന്നവരെ ആക്രമിക്കല്ല്. അപ്പം നമ്മൾ വളർത്തുന്നവർക്ക് ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് വളരെയധികം ഉത്തരവാദിത്വമുണ്ട്. നായയോടും ഉത്തരവാദിത്വമുണ്ട്, പുറത്തുനിന്ന് വരുന്നവരോടും ഉത്തരവാദിത്വമുണ്ട്, ഈ സമൂഹത്തോടും ഉത്തരവാദിത്വമുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ വളർത്തുന്നവർക്ക് ചെയ്യാം. ഓരോരുത്തർക്കും മൃഗങ്ങളെ ഓമനിച്ച് വളർത്തുന്നവർക്ക് സ്വന്തം മക്കളെ പോലൊക്കെ കാണുന്ന ആളുകളൊക്കെ ഉണ്ട്. മക്കൾ തന്നെയാണെന്ന് ഉള്ള രീതിയിൽ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അത്ര ഡീപ്പായിട്ട് ഇത്തരത്തിലുള്ള വളർത്ത് മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തോളൂ. നിങ്ങളുടെ വീട്, നിങ്ങളുടെ പണം കൊടുത്ത് വാങ്ങിക്കുന്നവ, നിങ്ങളുടെ ഇഷ്ടം എല്ലാം ഓക്കെയാണ്. പക്ഷേ നിങ്ങൾക്ക് സമൂഹത്തിനോടും ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇവയൊക്കെ വളർത്തുന്നതിനൊപ്പം സമൂഹത്തിനും നിങ്ങൾ ഒരു മാതൃകയായിട്ട് വേണം ഇത്തരത്തിലുള്ള ജീവികളെയൊക്കെ വളർത്താനായിട്ട്. നമ്മുടെ വീടിനകത്ത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ആയിക്കോട്ടെ, പക്ഷേ അത് പുറമേയുള്ള ആളുകൾക്കൊന്നും തന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. നിങ്ങൾക്കും അത്തരത്തിൽ ഒരു ബുദ്ധിമുട്ട്, കടിയേൽക്കുകയോ മാന്തുക, അത് ഇങ്ങനെ മാന്തുകത്തില്ലേ, നഖം കൊണ്ടുള്ള പോറലുകളോ ഒന്നും നിങ്ങൾക്കും ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. അങ്ങനെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിയിട്ടും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായാൽ ഉടനടി ഹോസ്പിറ്റലിൽ പോകണം, വാക്സിൻ എടുക്കണം, അതിൻ്റെ ശ്രദ്ധ കൊടുക്കണം. ഓക്കെ. അപ്പം അതെല്ലാം നമ്മളെല്ലാം ഉൾക്കൊള്ളാനായിട്ട് തയ്യാറായിട്ടുള്ള ഒരു മനസ്സ് ഉള്ളവർക്കൊക്കെ പറ്റിയ കാര്യമാണ് ഇത്തരത്തിലുള്ള ജീവികളെയൊക്കെ വളർത്തുക എന്നുള്ളത്. നിങ്ങളുടെ സ്നേഹമാണ് അവർക്ക് കൊടുക്കുന്നത്, അവർ നിങ്ങളോട് സ്നേഹം തിരിച്ച് കാണിക്കുന്നു. പക്ഷെ അത് ഒരു അപകടത്തിലേക്ക് പോകരുത്. ഞാൻ വീണ്ടും പറയുന്നത്, ഇഷ്ടം പോലെ ന്യൂസുകൾ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. വളർത്തുനായ കടിച്ചു എന്നുള്ള രീതിയിൽ ഉള്ള പ്രശ്നങ്ങൾ ഇപ്പം വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. ശരി, ഓക്കെ.